ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മലയാളി ഇൻ കാൽഗറി. ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കേക്കിന് ചെയ്യുന്ന സ്വിസ് മെറൈൻ ഫ്രോസ്റ്റിങ്ങിൻ്റെ ബൾക്കായിട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അത് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ അതൊരു 2-3 കേക്കിനുള്ള ആയിട്ട് ചെയ്യും. പിന്നെ ഇപ്പം ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് ബേസിൽ നമ്മൾ ഒരു ജസ്റ്റ് നെക്സ്റ്റ് ഡേ മുറിക്കുന്നത് കൊണ്ട് ഒന്ന് മിൽക്കും ന്യൂട്രലായും കൂടെ ഉള്ള ഒരു മിക്സ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് വരുന്നത് വിപ്പിങ്ങും ഹേസൽനട്ടും കൂടെ ഉള്ളൊരു മിക്സുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ്. കാരണം പുറത്ത് ഞാൻ സ്വിസ് മെറൈൻ കൊടുക്കുന്നതുകൊണ്ട് അകത്ത് എപ്പോഴും വിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കേക്ക് ഒത്തിരി ഹെവി ആവും, കാരണം പുറത്തും ബട്ടർ അകത്തും ബട്ടർ ആവുമ്പോൾ. അപ്പം ഇതാവുമ്പോൾ കറക്റ്റ് ഒരു വലിയ മധുരമൊന്നും ഇല്ലാത്ത. പക്ഷേ ഈ ഒരു കേക്കിലൊരു സ്പെഷ്യൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഇതിൻ്റെ പുറത്ത് നമ്മൾ ന്യൂട്രലാടെ ഒരു മിക്സിൻ്റെ ഒരു ഫ്രോസ്റ്റിങ്ങും കൂടെ കൊടുക്കും. അത് കഴിഞ്ഞാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു കാരമൽ സോസും കൂടെ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ ഫെറാറോ ചോക്ലേറ്റും ഹേസൽനട്ടും വേഫേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 8 ഇഞ്ച് മോൾഡിൽ വരുന്നൊരു കേക്കാണ്. ഇതൊരു സ്പഞ്ച് പോപ്പ് എന്ന് പറഞ്ഞൊരു തീമിൽ, ഒരു യെല്ലോ ഔട്ടിങ് കൊടുത്തിരിക്കുന്നൊരു തീമിലായി കേക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.